മലപ്പുറം കൊല്ലം സ്ഫോടനങ്ങളുടെ തന്ത്രം മെനഞ്ഞ ബേസ് മൂവ്മെന്റ് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. മധുര, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് കേരളത്തിൽ നിന്നുള്ള ചിലരിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിച്ചതായാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇവർക്കും അൽ-ഖ്വയ്ദ അനുകൂല സംഘടന കൂടിയായ ബേസ് മൂവ്മെന്റുമായി ബന്ധമുണ്ട്. അടുത്ത മാസങ്ങളിൽ കേരളത്തിലും തെലങ്കാനയിലും സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു സംഘത്തിന്റെ പദ്ധതി. ചെന്നൈയിൽ നിന്നാണ് ആസൂത്രണം എന്നതിനാൽ സംശയം ഒഴിവാക്കാൻ തമിഴ്നാട്ടിൽ സ്ഫോടനം നടത്താനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ കേരളത്തിന് പുറമെ തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിലാണ് സംഘത്തിന് കണ്ണികളുള്ളത്. സ്ഫോടനത്തിനുപയോഗിച്ച ഗൺ പൗഡർ തമിഴ്നാട്ടിലെയും മറ്റും പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രതികൾ സംഘടിപ്പിച്ചത്. രാജ്യത്തിന് പുറത്തുനിന്നും സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നോ എന്നും സംശയിക്കുന്നുണ്ട്. NIAയ്ക്ക് പുറമെ ബേസ് മൂവ്മെന്റിന്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് സംസ്ഥാന പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധന നടത്തിവരികയാണ്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ആയുധ പരിശീലനം നടത്താനായി സംസ്ഥാനത്തെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രതികൾ തങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ കേരളത്തിൽ നിന്നുള്ള ISമായി ബന്ധപ്പെട്ട തിരോധാനങ്ങൾക്ക് ബേസ് മൂവ്മെന്റുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. നിലവിൽ തിരോധാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘം അറസ്റ്റിലായ പ്രതികളുടെ മൊഴി ഇതിനായി രേഖപ്പെടുത്തിയേക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.